Hi, welcome to our channel Bijesh Krishna Food and Plants. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ടർട്ടിൽ വൈനെ കുറിച്ചാണ്. ടർട്ടിൽ വൈൻ്റെ പോട്ടിങ്ങിനെ കുറിച്ചും അതെങ്ങനെ പോട്ട് ചെയ്യണം, എങ്ങനെ റീപോർട്ട് ചെയ്യണമെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ടർട്ടിൽ വൈൻ ഒരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിത് ഹാങ്ങിങ് ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹാങ്ങിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ നമ്മൾക്ക് ഇത് ഒരു ബോർഡർ എന്ന രീതിയിലും ബോർഡർ ഗ്രാസ് എന്ന രീതിയിലും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇതേപോലെ നമുക്കൊരു പുൽമേട് സെറ്റ് ചെയ്യാനും ഈ ടർട്ടിൽ വൈൻ ഉപയോഗിച്ച്, പുല്ലില്ലാതെ നമുക്ക് ഇതേപോലെ ടർട്ടിൽ വൈൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പോട്ടിംഗ് രീതിയെക്കുറിച്ച് എങ്ങനെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ടർട്ടിൽ വൈനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ മുമ്പ് വെച്ചിരിക്കുന്ന ടർട്ടിൽ വൈനിൽ നിന്ന് നമുക്ക് എത്രയാണോ പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്ര അളവിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. നമുക്കിതിന് വേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. ഇതേപോലെ ഈ കരിയില വേണം. ഈ കരിയില എന്തിനാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പോട്ടിൻ്റെ ഹാങ് ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് വരാതിരിക്കാനും ഒരു നല്ല ഫെർട്ടിലൈസേഷൻ നമുക്ക് ഈ കരിയില കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്തണം. കാരണം പെട്ടെന്ന് വെള്ളം വാർന്നു പോകാനും പിന്നെ ഇത് കുറേ കഴിഞ്ഞാൽ കരിയില ചീഞ്ഞ് നല്ലൊരു വളമായി മാറും. കൂടാതെ നമുക്ക് ഈ വേണ്ടത് മണ്ണ്, വളപ്പൊടി, ചകിരിച്ചോറ്. പ്രാരംഭഘട്ടത്തിൽ ഇത്രയും മതി നമ്മൾക്ക് പോട്ട് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ഈ ഇലകളെല്ലാം ഒതുക്കി നമുക്ക് ഈ ഹാങ്ങിങ് പോട്ടിലൂടെ ഇതേപോലെ കട്ട് ചെയ്തിടാം. നമ്മൾ ഒരുപാട് മണ്ണ് ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ കരിയില ഉണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണിൻ്റെ ഉപയോഗം കുറയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ 3 പോട്ടി മിക്സും കൂടി നമുക്ക് അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടാം. അതായത് മണ്ണ്, വളപ്പൊടി, ചകിരിച്ചോറ് അഥവാ കൊക്കോപ്പിറ്റ്, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കരിയിലയുടെ മേലെ ഇതേപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കരിയിലയുടെ ഉപയോഗം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കരിയില മേക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് കരിയില ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഗുണങ്ങൾ ഇതൊക്കെ കിട്ടും. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ ഇതേപോലെ ടർട്ടിൽ വൈൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചെറിയൊരു കുഴിയെടുത്ത് അതിന് അഗ്രഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. കേട്ടോ, നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. കേട്ടോ, അതിൽ കുറച്ച് മണ്ണിൻ്റെ അഗ്രം താഴ്ത്തി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഈ ടർട്ടിൽ വൈൻ എങ്ങനെ വെച്ചാലും നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നമ്മളതിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ മണ്ണ് ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലാതെ വെറുതെ കട്ട് ചെയ്ത് ഇങ്ങനെ മണ്ണിൻ്റെ മേലെ ഇട്ടാലും അത് വരും, അത് പ്രശ്നമൊന്നുമില്ല, വരാതിരിക്കില്ല. അതേപോലെ മണ്ണ് നമുക്കൊരു ഫിനിഷിങ് കിട്ടാനും അതേപോലെ പെട്ടെന്ന് അടർന്നു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതിന് മേലെ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. നന്നായിട്ട് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചാൽ ടർട്ടിൽ വൈൻ നന്നായിട്ട് ദൈവം നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു 1-2 ആഴ്ചയുടെ മുമ്പ് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റാണ്. കണ്ടോ, അപ്പോൾ നന്നായിട്ടിരുന്ന് ഫ്രഷായി അങ്ങോട്ട് ഈ പോട്ടിൻ്റെ പുറഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്, മുളച്ച് നന്നായിട്ട് ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. ഇത് ഏകദേശം ഒരു മാസം അടുത്തായി പോട്ട് ചെയ്ത് വെച്ച പ്ലാന്റാണത്. കണ്ടോ, അതിൻ്റെ വളർച്ച രീതികളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് ഏകദേശം ഒരു 6 മാസം കാലയളവിലായിട്ടുള്ള മുമ്പ് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റാണ്. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിങ് ആണ്. നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലീഫുകളിലൊക്കെ തട്ടത്തക്ക രീതിയിൽ വേണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. മുകളിലും ഒഴിക്കണം, അതേപോലെ ലീഫുകളിലും ഒഴിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ ഒഴിച്ചാൽ ഇത്രയും ലെങ്ത്ത് ആയതുകൊണ്ട് അതിനകത്ത് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പോട്ടിങ് രീതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. കൂടാതെ ലൈക്കും ഷെയറും ചെയ്യുക മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. താങ്ക് യു.